വീക്കുട്ട, അവിടെ തന്നെ നിൽക്കുന്നതന്നെ, ഇങ്ങോട്ട് കയറുക. ഇതൊക്കെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? ആ, ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. നിന്റെ മാരേജ് ഒന്ന് കളറാക്കണം എന്നാണ് ജിമ്മി പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസ്. ഓ, അതായിരുന്നു. ആ, നീ പിന്നെ എന്നാ വിചാരിച്ചേ? ഒരു ചെറിയ പാട്ട് കച്ചേരിയൊക്കെ ആയാലോ എന്ന് ഒരു പ്ലാനൊക്കെ ഉണ്ട്. അതിന് നിങ്ങൾ പാട്ടൊക്കെ പാടൂ? അതെന്നാടാ, ഞങ്ങൾക്ക് പാടാൻ പാടില്ലേ? അയ്യോ, അതല്ല, ഇച്ചായ നിങ്ങൾ പാടൂന്നൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. ഓ, അതായിരുന്നോ? അതിന് അവനും അറിഞ്ഞൂടായിരുന്നു, ഇപ്പോഴാ അറിഞ്ഞ്. പിന്നെ ഇവനൊരു ബെസ്റ്റ് പാട്ടുകാരനാണല്ലോ, നേരത്തെ ക്ലബിലൊക്കെ പാടാൻ പൊയ്ക്കൊണ്ടിരുന്നല്ലേ. എവിടെ പാടാൻ പോകുന്നു എന്നാ പറഞ്ഞേ? ക്ലബില്? ഏത് ക്ലബില്? അത് ഇതാര്? നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ കാര്യം മറന്നു പോയിട്ട്. മറക്കും, എനിക്കറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈയിടെയായിട്ട് ഇച്ചിരി മറവി കൂടുതൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വീക്കുട്ട, നിന്നെ ഇച്ചായ വിളിക്കുന്നുണ്ട്. വാ, ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് ഇട്ട് നോക്കണം. എന്തെങ്കിലും ഓൾട്ടർനേഷൻ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കണം. സമയമില്ലല്ലോ. ഞാൻ വരുന്നു. ഞാനൊരു കാര്യം പറയാം. സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. 2 ദിവസം കൂടി കഴിഞ്ഞ അവൻ്റെ കല്യാണം. നിന്റെ കാര്യത്തിന് ഇതുവരെ തീരുമാനമായിട്ടില്ല ചേക്കി. അതെ, ഇതൊന്നും നടക്കുന്ന സംഗതിയാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു ചാൻസും കൂടി തരാം, കല്യാണത്തിൻ്റെ തലേന്ന് രാത്രി വരെ. എന്നിട്ടും അവൻ ഇതിന് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നീ അവനെ മനസ്സിൽ വെക്കണ്ട, എല്ലാം മറന്നേക്കണം. സമ്മതമാണോ? എടാ, ഒരെടായുമില്ല. അവന് താല്പര്യമില്ലെങ്കിൽ നീ പുറകെ പോയിട്ട് എന്താണ് കാര്യം? ഇല്ലാത്ത സ്നേഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അവന് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കടാ. എടാ, വിട്ടേക്കാൻ പറയുമ്പോൾ വിടാനായിരുന്നു. എനിക്ക് ഇത്ര ദിവസം കാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു ചാൻസ് കൂടെ ഉണ്ടല്ലോ. എനിക്ക് പ്രതീക്ഷയുണ്ട്, അവനൊക്കെ ആയിരിക്കും. ഇല്ലാത്ത സ്നേഹം ആർക്കും പിടിച്ചു മേടിക്കാൻ പറ്റിയില്ല. അവന് നിന്നോടൊരു ഫീലിങ്സും ഇല്ലേ, പിന്നെ എന്തിനാ? നീ ഞങ്ങൾ പറഞ്ഞ് കേട്ടേ പറ്റൂ. നീ പറഞ്ഞത് കേട്ടോ? ആ, എന്താടി? നിങ്ങൾ ഫുഡൊന്നും കഴിക്കുന്നില്ല? ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല. ഡെക്കറേഷനുള്ള പയ്യന്മാർ വന്നിട്ടുണ്ടാകും. കൂടെ നിന്ന് ഓരോന്ന് ചെയ്യിപ്പിച്ചില്ലേ എല്ലാം കുളവാ. അതിന് നിങ്ങൾ തിന്നാതിരിക്കണ എന്നതിന്? ഒരു ചേട്ടന്റെ ടെൻഷൻ ഒന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ, ഒരു ചേട്ടൻ തേങ്ങാ കൂര. ഇങ്ങ് വാ മനുഷ്യ, എല്ലാം തിന്നിട്ട് പോയാ മതി നിങ്ങൾ. ആ, വരാ, നീ എടുത്തു പോയി. വേഗം വന്നേക്കണം, ആ വഴി വേറെ പോയേക്കല്ല. ഇല്ലാന്നേ, നീ ചെല്ല്. വീക്കുട്ട, എന്താ നിന്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല ചായ. വീക്കുട്ട, ഇങ്ങോട്ട് നോക്കി.
കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഓർക്കണ്ടെന്ന് ഇച്ചായ പറഞ്ഞില്ലേ? എനിക്കറിയാം. എന്നാലും 2-3 ദിവസമായിട്ട് അത് മാത്രമേ എൻ്റെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. ഞാനല്ല മറന്നത്. പക്ഷെ പിന്നെ ഇതെന്നാത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വീട്ടിൽ വെച്ചാൽ പോരായിരുന്നു? ഇത് കാണുമ്പോഴല്ലേ ആവശ്യമില്ലാത്തൊക്കെ ഓർക്കുന്നേ. കൊണ്ടുവരേണ്ടെന്ന് ആദ്യം ഓർത്തതാ. പിന്നെ ഏതോ അവിടെ വെച്ചിട്ട് പോരാൻ തോന്നിയില്ല. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എനിക്കറിയില്ല. ഈ കുട്ട, നീ ഇങ്ങ് നോക്കി. നിന്റെ എല്ലാ കാര്യത്തിനും ഇച്ചായം കൂടെ നിൽക്കാറില്ല. എന്തുണ്ടേലും നീ അത് എന്നോടല്ലേ ഒന്ന് പറയാറ്, ശരിയല്ലേ? അതുകൊണ്ട് മടിയൊന്നും വേണ്ട. എന്നാ കാര്യം പറയും. അത് പിന്നെ നമുക്ക് ഈ കല്യാണം ഒന്ന് മാറ്റി വെച്ചാലോ? എൻ്റെ മൈൻഡൊട്ട് ഓക്കെ അല്ലേ ചെയ്യാം? മാറ്റി വെക്കാനോ? നീ എന്തേ പറയുന്നു? 2 ആഴ്ചയല്ല, 2 ദിവസമുള്ളൂ ഇനി കല്യാണത്തിന്. എനിക്കറിയാം ചെയ്യാം. പക്ഷേ 2 വർഷത്തിന് മുന്നേ ഞാൻ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത്? അതിപ്പോ എനിക്ക് കിട്ടാൻ പോവാന്നൊരു തോന്നല്. നീ എന്നെ ഈ പറയുന്നേ? എങ്ങനെ കിട്ടുമെന്നാ? 2 കൊല്ലം ഇതിന്റെ പുറകെ നടന്നതല്ലേ? എന്നിട്ട് തന്നെ ഉണ്ടായി. ആ ടൈം വെറുതെ വേസ്റ്റായി. അത്രയല്ലേ ഉണ്ടായുള്ളൂ. അപ്പൊ കിട്ടാത്തത് ഇപ്പൊ എങ്ങനെ കിട്ടുമെന്നാ നീ പറയുന്നേ? അത് ശരിയൊക്കെയാ. പക്ഷേ ഇപ്പൊ എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട് എനിക്ക് ചെയ്യാം. പഴയതുപോലെ ഒന്നും ഉണ്ടാകിയാലോ? ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നൊരു തോന്നുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വൈകിപ്പോയില്ലേ? നിന്നെ കല്യാണം കഴിക്കാൻ കാത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്. അതിനോട് എന്താ പറയാ? അതിന്റെ ലൈഫ് എങ്ങനെയാവുമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? ഇനി നിനക്ക് ഇതൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. എന്താ? നിന്റെ സന്തോഷം ഇച്ചായന വലുത്. അതിനപ്പുറത്ത് ഈ ജിമിനൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു തോന്നല ഇച്ചായ പറഞ്ഞേ. അതിന് ഇച്ചായം കൊടുത്ത വാക്കൊന്നും മാറ്റണ്ട. ചിലപ്പോ ഞാൻ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് തോന്നിയതായിരിക്കും. എൻ്റെ ഇച്ചായൻ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും ആവണ്ട. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. ഡെക്കറേഷനൊക്കെ കൊള്ളാലേടാ. ആ, താരക്കേടില്ല. എന്നാ ഉണ്ടേലും കുറ്റം പറഞ്ഞാണ് നമ്മുടെ വായിന്ന് അതല്ലേ വീഴുള്ളൂ. ശീലമായിപ്പോയി, എന്ത് ചെയ്യാനാ? എന്ത് പറ്റിയടാ നിനക്ക്? മുഖത്തൊരു മ്ലാനത. അവനെ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും അവനെ കാണാൻ പറ്റിയല്ലേടാ? അവന് എന്നോട് കുറച്ചു പോലും ഫീലിങ്സ് ഇല്ലേടാ. എടാ ചേക്കെ, നീ ഇങ്ങനെ സെറ്റ് ആവല്ലേ? എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. എന്താ ഇവിടെ?